മോറൽ തിയോളജി പഠിപ്പിച്ച അച്ഛൻ എപ്പോഴും ക്ലാസ്സിൽ പറയുന്നൊരു വാക്ക് ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. ഒരു വൈദികന് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് വിവേകമാണ്. വിവേകമില്ലെങ്കിൽ അയാൾ വൈദികനാകാൻ പാടില്ല. ഇത് പറയാനുള്ള ഒത്തിരി കാരണമുണ്ട്. ആ കാര്യം ഒരു അജപാലന ദൗത്യത്തിലൊക്കെ നിൽക്കുമ്പോൾ ഏത് സമയത്ത് എന്ത് ചെയ്യണമെന്നൊക്കെ ക്വിക്ക് ഡിസിഷൻസ് എടുക്കേണ്ടതായിട്ട് വരും. ഈ ക്വിക്ക് ഡിസിഷൻസ് എടുക്കുമ്പോൾ വളരെ ക്ലിയർ ആയിരിക്കണം, ഷാർപ്പായിരിക്കണം. കാര്യം നമ്മുടെ മുമ്പിൽ നൂറുകണക്കിന് ആയിരക്കണക്കിന് ജനമാണുള്ളത്. അവർക്ക് വേണ്ടി എടുക്കുന്ന തീരുമാനം വളരെ കൃത്യമായിരിക്കണം, ഷാർപ്പായിരിക്കണം, ക്വിക്കായിരിക്കണം. ഇങ്ങനെ ചില ഡിസിഷൻസ് പെട്ടെന്ന് എടുക്കേണ്ട സമയമൊക്കെ വരുമ്പോൾ ഒരു വൈദികൻ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, ഒരു പ്രോബ്ലത്തെ എങ്ങനെ അഡ്രസ്സ് ചെയ്യുന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അജപാലന ദൗത്യത്തെ കുറച്ചും കൂടി നന്മയുള്ളതാക്കി തീർക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അച്ഛൻ എപ്പോഴും പറയുന്നത് ഒരു വൈദികൻ വിവേകമുള്ള ഒരാളായിരിക്കണം, ഷാർപ്പായിരിക്കണം, ഷ്രൂഡായിരിക്കണം. ദ ഗോസ്പലിൽ നമ്മൾ കാണുന്നത് അങ്ങനൊരു വൃത്തിയെക്കുറിച്ചാണ്. ഇൻ ദ ഗോസ്പലിൽ ഒരു കാര്യസ്ഥനെതിരെ കംപ്ലയിൻറ്റ് കിട്ടി. യജമാനന് കംപ്ലയിൻറ്റ് കിട്ടിയപ്പോൾ ആ കംപ്ലയിൻറ്റ് മേലിൽ അദ്ദേഹം സ്റ്റഡി നടത്താൻ തീരുമാനിച്ചു. അങ്ങനെ അവനെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചു തുടങ്ങിയപ്പോൾ അവന് മനസ്സിലായി പണി പോവും. ഉടനെ ഒരു പ്രോബ്ലത്തിൽ അവൻ നിൽക്കുമെന്നറിയുമ്പോൾ അവനൊരു സൊല്യൂഷൻ കണ്ടെത്തുകയാണ്. ആ സൊല്യൂഷൻ കണ്ടെത്തിയത് അവൻ ആ പ്രോബ്ലത്തിന് കുറച്ചും കൂടി എളുപ്പത്തിൽ അവന് ജനപ്രീതി നേടാൻ വേണ്ടിയുള്ള കുറേ കാര്യങ്ങൾ ചെയ്തു. ആ കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മളിതിൽ ക്രിസ്തു അഡ്രസ്സ് ചെയ്യുന്നത് അവൻ്റെ ഷ്രൂഡ്നെസ്സാണ്, അവൻ്റെ ഷാർപ്നെസ്സാണ്, അവൻ്റെ പ്രൂഡൻസാണ്. ഒരു പ്രോബ്ലത്തിൽ നിൽക്കുമ്പോൾ അവൻ എങ്ങനെ ആ പ്രോബ്ലത്തെ കണ്ടു. സ്നേഹമുള്ളവരെ, നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണ്. നമ്മളൊക്കെ ഒത്തിരി പ്രോബ്ലത്തിന് മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മളെങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്, നമ്മളെങ്ങനെയാണ് നോക്കിക്കാണുന്നത്. ചില സമയങ്ങളിൽ നമ്മൾ വിവേകത്തോടെയുള്ള തീരുമാനങ്ങളും വിവേകത്തോടെയുള്ള നിലപാടുകളാണ് നമ്മളെ കുറച്ചും കൂടി നല്ല മനുഷ്യരാക്കി തീർക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പരാതി കിട്ടി പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരു കാര്യസ്ഥൻ ആ സുവിശേഷ ഭാഗം അവസാനിക്കുന്നിടത്ത് അയാൾ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുകയാണ്. കാരണം അയാളുടെ ഷാർപ്നെസ്, അയാളുടെ വിവേകം. നമ്മൾ ഓരോരുത്തരും നമ്മളുടെയൊക്കെ പ്രശ്നങ്ങളിടയിൽ നമ്മൾ ചിലപ്പോൾ കുറ്റവാളികളായിരിക്കാം, പ്രതിക്കൂട്ടിലായിരിക്കാം. എന്നാൽ വളരെ കൃത്യതയോടുകൂടി വളരെ ബോധപൂർവ്വം നമ്മളെടുക്കുന്ന ചില തീരുമാനങ്ങളാണ് നമ്മളെയൊക്കെ ഏറ്റവും നല്ല മനുഷ്യരാക്കി തീർക്കുന്നത്. വിവേകമുണ്ടോ? വിവേകത്തോടെയാണോ നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്? പറഞ്ഞു വരുന്നത് അറിവുണ്ടോ എന്നുള്ളതല്ല, ബുദ്ധിയുണ്ടോ എന്നുള്ളതല്ല, മറിച്ച് വിവേകമുണ്ടോ എന്നുള്ളതാണ്. വിവേകമുള്ള മനുഷ്യരായി തീരാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈശുനാഥ
നീ സ്നേഹം നൽകി, നിൻ പ്രാണൻ നൽകി, എന്നെന്നും എന്നെ നിൻ പുത്രിയാക്കി. നീ സ്നേഹം നൽകി, നിൻ പ്രാണൻ നൽകി, എന്നെന്നും എന്നെ നിൻ പുത്രിയാക്കി. എന്റെ എല്ലാം എല്ലാം നീയേ, എൻ ജീവനും പ്രാണനും നീയേ. എന്റെ എല്ലാം എല്ലാം നീയേ, എൻ ജീവനും പ്രാണനും നീയേ. നിൻ മാർവോടു ചേരട്ടെ ഞാൻ, യേശു